ശ്രീ പദ്ധതി മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് നൽകാനുള്ള കത്ത് വൈകിപ്പിച്ചിട്ടില്ല എന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കത്ത് അയക്കുന്നതിനുള്ള നിയമോപദേശം ഉടൻ കിട്ടുമെന്നും ശേഷം നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും മന്ത്രി പറഞ്ഞു. SSK ഫണ്ട് കുട്ടികൾക്ക് അർഹതപ്പെട്ടതാണ് എന്നും കൂടുതൽ ഫണ്ടിന് വേണ്ടി ഈ മാസം 10-ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി കാണുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. നമ്മളൊരു നയപരമായ ഒരു കാര്യം ഗവൺമെന്റ് തീരുമാനിച്ചിട്ട് അതിനൊരു കത്ത് കൊടുക്കുമ്പോൾ അതിന്റെ നിയമവശം പിന്നെ അറിഞ്ഞിരിക്കണം. അതെല്ലാം എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. കുറെ ഗവൺമെന്റ് ലെവലിലാകുമ്പോൾ കുറെ നടപടിക്രമങ്ങളുണ്ടല്ലോ. നമുക്കതല്ല നമ്മൾ സാറിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കത്ത് എഴുതുന്ന പോലെ ഒരു കത്തം എഴുതാൻ വേണ്ടി പറ്റില്ലല്ലോ. അതിന് കുറച്ച് നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ പിന്നെ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. താമസിച്ചൊന്നും പറയാൻ പറ്റില്ല. നിയമോപദേശം ഉടനെ തന്നെ കിട്ടും. ഞാനും രാജനുമായിട്ടൊക്കെ ഇന്നലെ സംസാരിച്ചു. അങ്ങനെ വിഷമം ഉണ്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രശ്നമല്ലല്ലോ. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആകെ പ്രശ്നമാണല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കും. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. സ്റ്റെഫിൻ, ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി പറയാതെ പറഞ്ഞൊരു കാര്യം ഇതൊരു തന്ത്രപരമായ നിലപാടാണ് എന്നുള്ളതാണ്. കാരണം ഫണ്ട് വീണ്ടും കിട്ടേണ്ടതുണ്ട്. അതിന് ഒരു വിഘാതമായി ഇത്തരത്തിലുള്ള ഒരു പിന്മാറ്റം ആ സമയത്തിനുള്ളിൽ അവിടെ ഉണ്ടാകരുത്, കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഉണ്ടാകരുത് എന്നുള്ളതാണ് സർക്കാർ കാണുന്നത് എന്ന് തോന്നുന്നു. മധു, ഇതിനെ ഒരു നേട്ടവും കോട്ടവുമായിട്ട് ഇടതുമുന്നണി കണക്കാക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ CPIയുടെ സംസ്ഥാന കൗൺസിൽ യോഗം ഉണ്ടായിരുന്നു. ആ സംസ്ഥാന കൗൺസിൽ യോഗത്തിലും പല നേതാക്കൾ ഇത് CPIയുടെ ഒരു നേട്ടമാണ്, PM ശ്രീയിൽ നിന്നും പിന്മാറാനുള്ള സർക്കാരിന്റെ തീരുമാനം ഒരു നേട്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ തന്നെ സംസ്ഥാന സെക്രട്ടറിയുള്ള ബിനോയ് വിശ്വം അവിടെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു അത് ഇടതുമുന്നണിയുടെ നേട്ടമാണ്. ഒപ്പം തന്നെ ഈ കാര്യത്തിൽ കൂടുതൽ ആഹ്ലാദിച്ചു കഴിഞ്ഞാൽ അതിന്റെ തിരിച്ചടി ഉണ്ടാകുന്നത് ഇടതുമുന്നണിക്കാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഇന്നലത്തെ യോഗത്തിൽ പറഞ്ഞത്. അത് തന്നെയാണ് ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി ആവർത്തിക്കുന്നത്. തന്ത്രപരമായ ഒരു സമീപനം CPMന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും ഭാഗത്ത് നിന്ന് ഇതിലുണ്ടായി എന്നുള്ളതാണ് ഏറെ എടുത്തു കാണേണ്ടത്. നിലവിലുണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കൽ പ്രതിസന്ധി ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ LDFനെ തന്നെ തകർക്കാൻ ശേഷിയുള്ളൊരു വലിയ പ്രതിസന്ധി നല്ല രീതിയിൽ തന്നെ അത് മാനേജ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഇടതുമുന്നണിക്ക് കഴിഞ്ഞു. CPIയുടെ ഒരു കടുത്ത എതിർപ്പുണ്ടായിരുന്നു. അവരുടെ എതിർപ്പും അംഗീകരിച്ചുകൊണ്ട് ആ നിലപാട് തിരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഏതായാലും ഇടതുമുന്നണി മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ കിട്ടേണ്ട ഫണ്ട് വാങ്ങിച്ചെടുക്കുക എന്ന ലക്ഷ്യം കൂടി CPMനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിനുവേണ്ടി ഒരു തന്ത്രപരമായ സമീപനം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഈ ഫണ്ട് ലഭിക്കുന്നതിന് വേണ്ടി കാരണമായതും. അതുകൊണ്ട് തന്നെ നിലവിൽ ഉണ്ടായിരുന്ന ആ ഒരു തിരഞ്ഞെടുപ്പിന് മുൻപുണ്ടായ ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനും ഇടതുമുന്നണിക്കായി, ഒപ്പം തന്നെ ഈ ഫണ്ട് വാങ്ങിച്ചെടുക്കുന്ന ഒരു സമീപനത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയും കഴിഞ്ഞു. ഈ 10-ാം തീയതി എന്ന് പറയുമ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അതുമായി ബന്ധപ്പെട്ട തിരക്കാണ്. അതിനുശേഷമൊക്കെ കത്തുമായി ബന്ധപ്പെട്ട അടുത്ത നടപടികൾ ഉണ്ടാവുകയുള്ളൂ എന്ന് വിചാരിക്കാമോ? തീർച്ചയായിട്ടും ഇനിയും കാലതാമസം ഏതായാലും ഇക്കാര്യത്തിൽ ഉണ്ടാകും. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി തുടർ നീക്കങ്ങളുമായി മുന്നോട്ട് പോകാം എന്നുള്ളത് തന്നെയാണ്. CPIയുടെ ഭാഗത്തു നിന്നും അത്തരത്തിൽ വലിയൊരു എതിർപ്പ് ഇനി ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടാകാനിടയില്ല. കാരണം അവർ അത് കണ്ടിരുന്നത് ഒരു രാഷ്ട്രീയപരമായിട്ട് ആശയപരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയായിട്ടാണ്. അത് മറികടക്കാൻ ഏതായാലും ഇടതുമുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഫണ്ട് വാങ്ങുന്നതോ കത്തയക്കുന്നതിനോ ഒന്നും തന്നെ CPI അതൃപ്തി പ്രകടിപ്പിക്കാനോ തടയിടാനോ ഉള്ള സാധ്യതയൊന്നും നിലവിലെ സാഹചര്യത്തിലില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ തേടുമ്പോഴും നേതാക്കന്മാർ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്ന സ്ഥിതിയൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഏതായാലും ഇനി നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും ഇനി തുടർ നീക്കങ്ങൾ ഏതായാലും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. ശരി, AK സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ ഫണ്ട് കിട്ടണം, അത് വിദ്യാർത്ഥികൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന നിലപാട് വിദ്യാഭ്യാസ മന്ത്രി അടക്കം വ്യക്തമാക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കത്തിടപാടുകൾ ഇനി 10-ാം തീയതിക്ക് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി ഇക്കാര്യം സംസാരിക്കും എന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കി.